വൃത്തസ്തൂപികയുടെ ഉയരം 24 സെൻറ്റിമീറ്റർ, വ്യാപ്തം 1232 സെൻറ്റിമീറ്റർ ക്യൂബ്, പാർശ്വോന്നതി കാണുക. വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ കോണാണ്, CONE കോൺ. അതിൻ്റെ ഹൈറ്റ് 24 സെൻറ്റിമീറ്റർ ആണ്, വോളിയം 1232 സെൻറ്റിമീറ്റർ ക്യൂബ്, സ്ലാൻഡ് ഹൈറ്റ് കാണണം. അപ്പോൾ വൃത്തസ്തൂപികയുടെ വ്യാപ്തം, വോളിയം ഓഫ് കോൺ സൂത്രവാക്യം എഴുതുക. 1/3 പൈ r²h. അത് നമുക്കറിയാം. എത്രയാണ്? വൃത്തസ്തൂപിയുടെ വ്യാപ്തമാണ് 1232. വില കൊടുക്കുക. 1/3 ഇൻറ്റു പൈയുടെ വില 22/7 ഇൻറ്റു r². r അറിയില്ലല്ലോ. ഇൻറ്റു h എത്ര? 24 സമം 1232. നമുക്ക് ഈ 3ഉം 24 പഠിച്ചെടുക്കുമ്പോൾ 8 എന്ന് വരും. ബാക്കി നമുക്ക് 6 ആണ് കാണേണ്ടത്. അപ്പോൾ r² ഇവിടെ എഴുതുക. r² സമം വലതുവശത്തെ സംഖ്യ എഴുതുക 1232. ഈ r² കൂടെ ഇവിടെ എന്തൊക്കെ ഉണ്ടോ അത് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ ബൈ ഉള്ളതൊക്കെ ഇൻറ്റു ആയി മാറും. ബൈ എന്താ ഇവിടെ ഉള്ളത്? ബൈ 7 ഉണ്ട്, അത് ഇൻറ്റു 7 ആയി. ബൈ മുകളിൽ എന്തൊക്കെ അംശങ്ങൾ എന്തൊക്കെയുള്ളത്? ഒന്ന് പിന്നെ മാറ്റമില്ല, അതുകൊണ്ട് അത് അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഒന്നുകൊണ്ട് കുടിച്ച് അത് തന്നെയാണ്. പിന്നെ 22 ഇൻറ്റു 8, 22 ഇൻറ്റു 8. ഇത് നമുക്ക് ചുരുക്കണം. നമുക്ക് 11 കൊണ്ട് 2ന് പഠിച്ചെടുക്കാം. 211 22, 111 11 ശിഷ്ടം 1, 13 111 11 ശിഷ്ടം 2, 22 211 22, 112 എന്ന് വരും. വീണ്ടും 2ഉം 112 പഠിച്ചെടുക്കുമ്പോൾ 56 എന്ന് വരും. ഇനി 8ഉം 56 പഠിച്ചെടുക്കുമ്പോൾ 7 8 56, 7 ഇൻറ്റു 7 49. ഏത്? r² 49. അപ്പോൾ r എത്രയായിരിക്കും? √49, 7 സെൻറ്റിമീറ്റർ. നമുക്കിപ്പോൾ ആരമാണ് കിട്ടിയത്, അതല്ല കാണേണ്ടത് പാർശ്വോന്നതിയാണ്. പക്ഷേ പാർശ്വോന്നതി കാണണമെങ്കിൽ നമുക്ക് ആരം വേണം. കാരണം പാർശ്വോന്നതി കാണാനുള്ള സൂത്രവാക്യം L = √h² + r². വില കൊടുക്കുക. h², h എത്രയാണ്? 24. 24² + r. ഇപ്പോൾ നമുക്ക് കിട്ടി 7². 24 സ്ക്വയർ 24 × 24 576 + 7² 7 49. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 625 വരും. 625 √25. പാർശ്വോന്നതി 25 സെൻറ്റിമീറ്റർ.